കോടിക്കണക്കിന് നന്മകൾ കുറഞ്ഞ സമയം കൊണ്ട് ലഭിക്കാൻ ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ മതി എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നോക്കുക, ചുരുങ്ങിയ സമയം കൊണ്ട് കോടിക്കണക്കിന് നന്മകൾ കിട്ടാം. നമ്മളൊക്കെ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, പല സൽക്കർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാട്ടെ. എന്നാൽ ചെയ്താൽ ഉറപ്പായും സ്വീകരിക്കുമെന്നും അതുമാത്രമല്ല കോടിക്കണക്കിന് നന്മകൾ അതിൻ്റെ പേരിൽ എഴുതപ്പെടുമെന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രത്യേകമായി പരിചയപ്പെടുത്തിയ മഹത്തായൊരു ദിക്ർ ഞാൻ ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. ദിക്ർ നമുക്ക് അറിയുന്ന ദിക്റാണ്, നമുക്ക് ചൊല്ലാൻ അറിയുന്ന, നമ്മളെപ്പോഴും ചൊല്ലി പരിചയമുള്ള ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ മഹത്വം കൂടി മനസ്സിലാക്കി ഈ എണ്ണം ഇതുപോലെ വളരെ ലളിതമായി ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമ്മുടെ അക്കൗണ്ടുകൾ നിറഞ്ഞ രൂപത്തിൽ നന്മകൾ എഴുതപ്പെടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോ മുഴുവനും കേൾക്കണേ. ഈ പവിത്രമായ ദിനങ്ങൾ, ഈ പവിത്രമായ രാത്രികൾ നമുക്കൊരിക്കലും പാഴാക്കി കളയാൻ പാടില്ലാത്ത രാത്രികളും പകലുകളും ഒക്കെയാണ്. അള്ളാഹു ഒരുപാട് വിനിയോഗിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. വീഡിയോ മുഴുവനും കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മുജീബ് റഹ്മാൻ ഫൈസാനി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്, പല അമലുകളെ പറ്റിയും പല പ്രശ്നപരിഹാരങ്ങളെ പറ്റിയൊക്കെ പറയാറുണ്ട്. പല ആളുകളും വിളിച്ച് സങ്കടം പറഞ്ഞു, വിഷമം പറഞ്ഞു, ഉസ്താദ് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പലരും പരിഹാരം തേടാറുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് പല പരിഹാരങ്ങളും ചെയ്തു കൊടുത്ത് അതിലൊരുപാട് ആളുകൾ വിളിച്ചിട്ട് ഉസ്താദെ ഞങ്ങളുടെ കാര്യങ്ങൾ റാഹത്തായിട്ടുണ്ട്, സന്തോഷമായിട്ടുണ്ട്, അൽഹംദുലില്ലാ. കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടൊരു സഹോദരൻ കടം വീടിയ അനുഭവം പറഞ്ഞു, അൽഹംദുലില്ലാ. അത് കേട്ട പോലെ സന്തോഷമായി. അതുപോലെ തന്നെ വിവാഹം ശരിയായ വിഷയം, മക്കളുണ്ടായ വിഷയങ്ങളൊക്കെ പല സംഗതികളും വിളിച്ച് സന്തോഷം അറിയിച്ചതുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു ഇനിയും ഒരുപാട് സന്തോഷങ്ങൾ അതുപോലെ കേൾക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, എന്ത് ചെയ്താലും നമ്മൾ ആഗ്രഹിക്കുന്ന അള്ളാഹു സ്വീകരിക്കണം എന്നാണ്. നമ്മൾ ചെയ്യുന്ന നന്മകളെല്ലാം തന്നെ അള്ളാഹു കബൂലാക്കണം, കൂലി കിട്ടണം എന്നാണ്. എന്നാൽ ചെറിയ അമൽ ചെയ്തുകൊണ്ട് കോടിക്കണക്കിന് പ്രതിഫലം വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ടതില്ല. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഈ പറയാൻ പോകുന്ന ദിക്ർ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റിയതാണ്. ചൊല്ലിക്കഴിഞ്ഞാലോ നമ്മുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് നന്മകളെ എഴുതപ്പെടുകയും ചെയ്യും. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ ഒരു ദിക്റായിരുന്നോ? അതെ. ഇത് നമ്മൾ ചൊല്ലാൻ പലപ്പോഴും മടിയായിരിക്കും. ചൊല്ലാൻ പലപ്പോഴും മടി കാണിച്ചിട്ട് ഒഴിവാക്കും. പക്ഷേ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള നന്മകൾ ലഭിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇനി ഇത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് വളരെ ലഘുവായി ചൊല്ലാൻ പറ്റിയൊരു ദിക്റാണ്. നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുക, അതാണ് ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്ത് എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുക. ചില ദിക്റുകളൊക്കെ ചിലപ്പോൾ കടുകട്ടി വാക്കുകളൊക്കെ ആകുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ചൊല്ലാൻ ചില പ്രയാസം ഉണ്ടാവും, അല്ലേ? വാക്കുകൾ ഇങ്ങനെ പറഞ്ഞെടുക്കാൻ. എന്നാൽ ഈ ഒരു ദിക്ർ നമുക്ക് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ കഴിയും. അതാണ് ഈ ദിക്റിൻ്റെ പ്രത്യേകത. ഇനിയോ, ഈ ദിക്ർ ചൊല്ലുന്ന ആളുകളുടെ മീസാൻ ഏറ്റവും കൂടുതൽ കനമുള്ളതായിരിക്കും നാളെ മഹ്ശറിൽ വന്ന് നിൽക്കുമ്പോൾ. നമ്മുടെ നന്മതിന്മകളൊക്കെ എന്ത് ചെയ്യും? ഒന്ന് അളന്നു നോക്കും. നന്മയാണോ മുൻതൂക്കമുള്ളത്, തിന്മയാണോ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ അളന്നു നോക്കും. എന്നാൽ ഈ ഒരു ദിക്ർ ആരെങ്കിലും ഒരാൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അയാളുടെ നന്മയുടെ ഭാഗത്ത് വല്ലാതെ കനം തൂങ്ങുകയും നന്മ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ഈ ഒരു ദിക്ർ അള്ളാഹുവിന് ഏറ്റവും പ്രിയമുള്ള ദിക്റാണ്. നമ്മൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അതുപോലെ തന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ തുടങ്ങിയിട്ട് നമുക്ക് അറിയുന്നോ അറിയാത്തതായ ഒരുപാട് ദിക്റുകളുണ്ട്. ഈ ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് റബ്ബ് നമ്മളെ പൊരുത്തപ്പെടണമെന്നല്ലേ. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അതുപോലെ സുബ്ഹാനല്ലാഹിൽ അദീം എന്ന ഈ രണ്ട് ദിക്റുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അധികരിപ്പിക്കാനുള്ള ഭാഗ്യം നൽകുമാറാട്ടെ. ഈ ഒരു ഹദീസ് ഇത് മഹാനായ ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര മഹത്വം പഠിപ്പിച്ച ഒരു ദിക്റാണ്. എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത്? എപ്പോഴൊക്കെ നമ്മൾ ചൊല്ലേണ്ടത്? എല്ലാ ദിവസവും 100 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ചൊല്ലാൻ ശ്രമിക്കാം. 100 തവണയെങ്കിലും കുറഞ്ഞത് എല്ലാ ദിവസവും, പ്രത്യേകിച്ച് ഈ ദിനരാത്രങ്ങളിലൊക്കെ ഒരിക്കലും പാഴാക്കി കളയരുത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് 100 തവണയെങ്കിലും ചൊല്ലാം. ഫജ്റിന് ശേഷമോ, അതായത് സുബഹയ്ക്ക് ശേഷമോ മഗ്രിബിന് ശേഷമോ നമുക്കിത് എന്ത് ചെയ്യാം? ചൊല്ലാം. ഒന്നിരിക്കൽ സുബഹയ്ക്ക് ശേഷം ചൊല്ലാം,
അല്ലെങ്കിൽ സുബഹിക്ക് മുമ്പും ചൊല്ലാം കേട്ടോ. സുബഹിക്ക് മുമ്പ് ചൊല്ലാമെന്ന് പറഞ്ഞ മഹാന്മാരും ഉണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, മഗ്‌രിബിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ദിക്ർ ചൊല്ലാവുന്നതാണ്. സുബ്ഹാനല്ലാഹി വഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. പിന്നെ ഒരു പ്രത്യേകത, ഇത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാ സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയ ദിക്റാണ്. കാരണം എന്തേ, ഇതിന് പ്രത്യേകിച്ച് സമയം അങ്ങനെ നിശ്ചിത സമയമൊന്നും കണക്കാക്കപ്പെടാത്തത് കൊണ്ട് ഏറ്റവും അഫ്ളലായ നല്ല സമയം ഫജ്റിന് ശേഷമോ മഗ്‌രിബിന് ശേഷമോ, അല്ലാതെ എല്ലാ സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയ മഹത്തായ ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇതോടൊപ്പം തന്നെ മറ്റേ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം ലഭിക്കുന്ന, കോടിക്കണക്കിന് നന്മ ലഭിക്കുന്ന മറ്റൊരു അമൽ കൂടെ മുത്തുനബി തങ്ങളുടെ ഹദീസിൽ കാണാം. അത് നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് മൂന്നും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നത് 33 തവണയും അല്ലാഹു അക്ബർ എന്നത് 34 തവണയും ചൊല്ലിയാൽ ആ വ്യക്തി അയാൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിലായിരിക്കും അത് ഉണ്ടാകുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എല്ലാ നിസ്കാര ശേഷവും ആരെങ്കിലും ഒരാൾ ഇത് പതിവാക്കി കഴിഞ്ഞാൽ, എല്ലാ നിസ്കാര ശേഷവും ആ ഒരാൾ ഈ ഒരു ദിക്റുകൾ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 ചൊല്ലിയിട്ട് 100 ദിക്റുകൾ ആരെങ്കിലും ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഉറപ്പായും നൽകുമെന്ന് നബിതങ്ങളുടെ ഹദീസുകളിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാട്ടെ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ നമുക്ക് കൂലി ലഭിക്കാനല്ലേ. അപ്പോൾ നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ ചൊല്ലുക, റബ്ബിനോട് ദുആ ചെയ്യുക, നമ്മുടെ ആവശ്യങ്ങളൊക്കെ റബ്ബിനോട് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് നൽകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു പ്രയാസങ്ങളൊക്കെ തീർത്തു തരട്ടെ, വിഷമങ്ങളൊക്കെ അല്ലാഹു നീക്കി തരുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അവർ ചെയ്യുന്നതിൻ്റെ നന്മ കൂടെ നമുക്ക് അല്ലാഹു നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.